നമസ്കാരം. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ കണ്ണീരും വിയർപ്പും അർപ്പണബോധവും കൊണ്ടൊക്കെ നിറഞ്ഞ ശബരിമല സന്നിധാനത്ത് നടന്ന ഞെട്ടിക്കുന്ന കൊള്ളയുടെ ഭീകരമായ ചിത്രങ്ങളാണ് ദിവസം തോറും പുറത്തുവരുന്നത്. ഇപ്പോൾ വിജിലൻസ് സമർപ്പിച്ച അടിയന്തര എഫ്ഐആറിലൂടെ പുറത്തുവന്നിരിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും മുൻ ബോർഡ് അംഗം അജുകുമാറും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും ചേർന്ന് അന്യായമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്ന കടുത്ത അഴിമതി ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്ന് വിജിലൻസ് എഫ്ഐആറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേസിൽ PS പ്രശാന്ത് 1-ാം പ്രതിയും അജുകുമാർ 2-ാം പ്രതിയും മുരാരി ബാബു 3-ാം പ്രതിയുമാണ്. PNS പ്രകാരവും അഴിമതി നിരോധന നിയമത്തിലെ കടുത്ത വകുപ്പുകൾ പ്രകാരവുമാണ് വിജിലൻസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരുന്നത്. ദേവസ്വം കമ്മീഷണറുടെ കടുത്ത എതിർപ്പ് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് മിൽമയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് നെയ്യ് വാങ്ങാൻ പ്രശാന്തും സംഘവും അനുവാദം നൽകിയത്. ഈ ഒരൊറ്റ വഴിവിട്ട ഇടപാടിലൂടെ മാത്രം ദേവസ്വം ബോർഡിനും ഭക്തജനങ്ങൾക്കും 2,27,00,000 രൂപയുടെ ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മിൽമയ്ക്ക് അനുകൂലമായി മുരാരി ബാബു റിപ്പോർട്ട് തയ്യാറാക്കിയത് യാതൊരുവിധ അടിത്തറയും ഇല്ലാതെയാണെന്നും എഫ്ഐആറിലുണ്ട്. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ കൊണ്ട് നെയ്യുടെ ഗുണനിലവാരം പരിശോധിപ്പിക്കുകയോ ആവശ്യമായ രേഖകൾ സൂക്ഷിക്കുകയോ ചെയ്യാതെ ഭക്തർ നടക്കിവെച്ച നെയ്യ് പോലും ഇവർ മായം ചേർക്കാനും വകമാറ്റാനും ഉപയോഗിച്ചു എന്ന വിവരം കേൾക്കുമ്പോൾ ഏത് അയ്യപ്പ ഭക്തന്റെയും ചോര തിളച്ചു പോകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. PS പ്രശാന്തിനെ പോലെ ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മുൻ സർക്കാരിന്റെ കാലത്ത് പ്രതിഷ്ഠിച്ചതിന് പിന്നിൽ പാർട്ടിക്ക് വ്യക്തമായ അജണ്ടകളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് കരുതിയാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. കേവലം 2-3 ആളുകൾ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി അത് സുരക്ഷിതമായി പോക്കറ്റിലാക്കാൻ കഴിയില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ഇതിനു പിന്നിൽ വേറെയും ഉന്നത നേതാക്കളുടെയോ വമ്പന്മാരുടെയോ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം എഫ്ഐആറിൽ പേരുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. 1-ാം പ്രതിയായ PS പ്രശാന്തിനെയും കൂട്ടാളികളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്ന അന്വേഷണ സംഘം ഇവരുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും സമഗ്രമായി തന്നെ പരിശോധിക്കണം. ഏതൊക്കെ ഉന്നതരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ അഴിമതി പണത്തിന്റെ വിഹിതം ഒഴുകിയെത്തിയതെന്നും ആരുടെയൊക്കെ തണലിലാണ് ഇവർ അയ്യപ്പന്റെ സ്വത്തും സ്വർണവും നെയ്യും വരെ കൊള്ളയടിക്കാൻ തുനിഞ്ഞതെന്നും പുറത്തു കൊണ്ടുവരണം. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സ്വയം പോക്കറ്റ് വീർപ്പിക്കാനും വേണ്ടി ശബരിമലയെ പോലും കൊള്ളയടിക്കാനുള്ള താവളമാക്കി മാറ്റിയവർക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് യാതൊരു ഇളവും നൽകരുത്. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു കേസിൽ ഒരൊറ്റ കുറ്റവാളിയും രക്ഷപ്പെടരുത്. ദേവസ്വം ബോർഡിന്റെ പേര് പറഞ്ഞ് നാടിനെയും ഭക്തരെയും ചതിച്ച ഇത്തരം അഴിമതിക്കാരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ പൂർണ്ണമായും ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുക തന്നെ വേണം.